ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ കാണുന്നുണ്ട് എന്നും വിചാരിക്കുന്നു. ഈ രണ്ട് കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മളെ കേരള ചരിത്രത്തിനെ മുൻനിർത്തിയിട്ടുള്ള എത്രാമത്തെ ക്ലാസ്സാണിത്? 4ാമത്തെ ക്ലാസ്സാണ് അല്ലെ? പ്രധാനപ്പെട്ട 3 ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് 4ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും ഓഡിയബിൾ ആണ് എന്ന് കരുതുന്നു. അപ്പൊ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടറ്റ്, നെറ്റ്, സെറ്റ്, HSA, HSST തുടങ്ങിയ ചോദ്യ പേപ്പറുകളിൽ കേരള ചരിത്രം എന്ന ടോപ്പിക്കിനെ മുൻനിർത്തി വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ സീരീസ് ആരംഭിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കേരള ചരിത്രമാണ്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 30ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോ നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് 24ഓളം പേരിപ്പോ ജോയിൻ ആയിട്ടുണ്ട്. പിന്നെയും സ്റ്റുഡൻസ് വരാനിരിക്കുന്നു. എല്ലാവരും വേഗം കയറട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നലെ ജലദോഷം ഉള്ളത് കൊണ്ടാണ് സാധാരണ നമ്മൾ വെള്ളിയാഴ്ചയാണ് ക്ലാസ് വെക്കാറ്. ഇന്നത്തേക്ക് ക്ലാസ് മാറ്റിയത്. അപ്പൊ ആദ്യമേ തന്നെ അതിനൊരു ക്ഷമ ചോദിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടരാം. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറുന്നുണ്ട് വെച്ചെങ്കിൽ അവരുടെ അറിവിലേക്കാണ് പറയുന്നത്. പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്താറ്. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ 15 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പലവക രീതിയിലുള്ളതും സംഘകാലത്തെ ചരിത്രം, സംസ്കാരം, ജീവിതം തുടങ്ങിയ കാര്യങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കൂട്ടിയിട്ടുള്ളതുമായിട്ടുള്ള 15ഓളം ചോദ്യങ്ങൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ചോദ്യം സ്ക്രീനിൽ കാണും, ഓപ്ഷൻസ് ഉണ്ടാവും. കൃത്യമായിട്ട് ഉത്തരം പറയാൻ എല്ലാവർക്കും ശ്രമിക്കുക. ഇപ്പൊ മുൻപത്തെ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്ന പലരെയും പരിചിതമായ പേരുകളൊക്കെ ഇന്നത്തെ ക്ലാസ്സിലും കാണുന്നുണ്ട്. അപ്പൊ ആരും ഉത്തരം പറയാതെ മടിച്ചു നിൽക്കുകയൊന്നും വേണ്ട. വേഗം വേഗം ഉത്തരം പറഞ്ഞു പോവുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് പരമാവധി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകാനുണ്ട്. അപ്പൊ ഇന്ന് കേട്ടറ്റ്, സെറ്റ് പരീക്ഷകളിലെ കൂടുതലായിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നെറ്റിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കേട്ടറ്റ്, സെറ്റ് തുടങ്ങിയ പരീക്ഷകളിൽ സംഘകാലത്തുമായി ബന്ധപ്പെട്ടിട്ട് 2ഉം 3ഉം ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട്. നെറ്റിന്റെ പരീക്ഷയ്ക്ക് ഒരു പേപ്പറിൽ ഒരു ക്വസ്റ്റ്യനെ വരാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ കുറച്ച് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ നമ്മൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ തുടങ്ങല്ലേ? അപ്പൊ തുടങ്ങാന്ന് വെച്ചാൽ ഒന്ന് എല്ലാവരും ഒരു തംസപ്പ് സീല യെസ് ഒന്ന് കമന്റ് ചെയ്തേ. എല്ലാവരും ഇവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കാനാണ്. ഓക്കെ നീതു, അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ചോദ്യമല്ല. നമ്മൾ കേരള ചരിത്രം പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട പഠന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇതില് കേരള ചരിത്രം അല്ലെങ്കിൽ കേരള സംസ്കാരം എന്നുള്ള ടോപ്പിക്ക് പഠിച്ചു തുടങ്ങിയവരുണ്ടാവും, പഠിച്ചു കഴിഞ്ഞ് റിവിഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ടാവും, ഇനി പഠിക്കാൻ പോകുന്നവരുണ്ടാവും. അപ്പൊ കേരള ചരിത്രവുമായിട്ട് സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഭൂരിഭാഗം പേരും എന്തായാലും PG കഴിഞ്ഞവരായിരിക്കും. അപ്പൊ PG ആയാലും ഡിഗ്രി സമയത്താണെങ്കിലും കേരള ചരിത്രം, കേരള സംസ്കാരം നമ്മളൊരു പേപ്പറായി തന്നെ ഒരുവിധം കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലും നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. അപ്പൊ ഒരുപാട് പഠന ഗ്രന്ഥങ്ങൾ നമുക്ക് പരിചിതമായിരിക്കും. അതിൽ തന്നെ പലപ്പോഴും മുൻപ് പരീക്ഷ എഴുതിയവർക്ക് അറിയാം, ചേരുംപടി ചേർക്കുക, മാച്ച് ദി ഫോളോയിങ് എന്ന രീതിയിൽ സാധാരണയായിട്ട് ഗ്രന്ഥങ്ങളുടെ പേരും അത് എഴുതിയ വ്യക്തികളുടെ പേരും നെറ്റിന്റെ പരീക്ഷയ്ക്കാണ് കൂടുതലായിട്ട് വരാറ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും, പ്രധാനപ്പെട്ട കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ എഴുതിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ വേഗത്തിൽ എഴുതിയെടുക്കണമെന്നില്ല, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പൊ കേരള സംസ്കാര പഠന ഗ്രന്ഥങ്ങൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാല ചോദ്യപേപ്പറുകളിൽ മാച്ച് ദി ഫോളോയിങ് എന്ന രീതിയിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് നമ്മൾ ഇപ്പോ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായിട്ട് സ്ലൈഡ് കാണാം. അപ്പൊ നമ്മൾ എന്തായാലും കേരള ചരിത്രം പഠിക്കുന്നവരെല്ലാവരും തന്നെ ഒരു ഗൈഡ് എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന പുസ്തകമാണ് ഏത്? ശ്രീധരമേനോന്റെ പുസ്തകം അല്ലെ? അപ്പൊ മാഷിന്റെ പുസ്തകമാണ് കേരള ചരിത്രം, കേരള സംസ്കാരം, കേരളവും സ്വാതന്ത്ര്യ സമരവും. 3 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഈ ക്വസ്റ്റ്യൻ വന്നത് സെറ്റ് പരീക്ഷയ്ക്കാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീധരമേനോന്റെ കൃതികൾ മാത്രം ഉൾപ്പെടുന്ന ഗണം ഏത് എന്നതായിരുന്നു ചോദ്യം. അപ്പൊ കേരള ചരിത്രം, കേരള സംസ്കാരം, കേരളവും സ്വാതന്ത്ര്യ സമരവും ആരുടെ കൃതിയാണ്? ശ്രീധരമേനോന്റെ കൃതിയാണ്. ഇനി കേരള ചരിത്രം എന്ന പേരിലെ EMS നമ്പൂതിരിപ്പാടും K ദാമോദരനും കൃതികൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു ചോദ്യം അങ്ങനെ വരാട്ടോ, കേരള ചരിത്രം എന്ന പേരിലെ കൃതി എഴുതിയവരുടെ ഗണം ആരൊക്കെ എഴുതിയിട്ടുണ്ട്? ശ്രീധരമേനോൻ എഴുതിയിട്ടുണ്ട്, K ദാമോദരൻ എഴുതിയിട്ടുണ്ട്, EMS നമ്പൂതിരിപ്പാടും എഴുതിയിട്ടുണ്ട്.
കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം, ഇത് മാച്ച് ദി ഫോളോയിങ്ങിന് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം ആരാണ്? PK ഗോപാലകൃഷ്ണനാണ് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം എഴുതിയത്. ഇനി കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ, സെറ്റ് മലയാളം പേപ്പറിൽ സ്ഥിര ചോദ്യമാണിത്, ഒരുപാട് വട്ടം റിപ്പീറ്റഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ ആരാണ് എഴുതിയത്? ഇളംകുളം കുഞ്ഞൻ പിള്ളയാണ് എഴുതിയത്. കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ എഴുതിയത് ആരാണ്? ഇളംകുളം കുഞ്ഞൻ പിള്ളയാണ്. അപ്പൊ മുൻപ് നടന്നിട്ടുള്ള 3 ക്ലാസ്സുകളിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞു പോയിട്ടുള്ള ഒരു കേരള ചരിത്ര ഗ്രന്ഥമാണ് നമ്മൾ നടന്ന വഴികൾ. നമ്മൾ നടന്ന വഴികൾ എഴുതിയത് ആരാ? യെസ്, ഓക്കെ. രസിതയും ബിനുവും എല്ലാവരും ഉത്തരം പറഞ്ഞു. SK വസന്തമാഷാണ് ഇത് എഴുതിയത്, നമ്മൾ നടന്ന വഴികൾ എഴുതിയത്. നമുക്ക് എല്ലാവർക്കും വിഷ്ണുവും പറഞ്ഞിട്ടുണ്ട് SK വസന്തന്. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഞാനത് ഇതിൽ ഉൾപ്പെടുത്താഞ്ഞത്. ഇനി ജന്മി സമ്പ്രദായം കേരളത്തിൽ, കാറ്റഗറി 3 ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഇത്. ജന്മി സമ്പ്രദായം കേരളത്തിൽ ആരുടെ കൃതിയാണ്? ജന്മി സമ്പ്രദായം കേരളത്തിൽ ഇളംകുളം കുഞ്ഞൻ പിള്ളയുടെ കൃതിയാണ് ജന്മി സമ്പ്രദായം കേരളത്തിൽ. അപ്പൊ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിൽ വരാം. മാച്ച് ദി ഫോളോയിങ് എന്ന നിലയിലും ഈ ഇന്ന 2 കൃതികൾ തന്നിട്ട് ഇത് എഴുതിയത് ആരൊക്കെയാണ് എന്ന രീതിയിലടക്കം ക്വസ്റ്റ്യൻസ് നമുക്ക് വരാവുന്നതാണ്. ഇനി കേരളത്തിന്റെ ഇന്നലകൾ, ഇതും പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുന്ന വ്യക്തികളാണ് വെച്ചെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. കേരളത്തിന്റെ ഇന്നലകൾ എന്നുള്ള ക്വസ്റ്റ്യൻ സെറ്റിനും കാറ്ററ്റിനും ഒഴിച്ചുകൂടാത്ത ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ ഇന്നലകൾ എന്നുള്ള കൃതി എഴുതിയത് ആരാണ്? KN ഗണേഷ് ആണ്. അതുപോലെ നെറ്റ് പരീക്ഷയ്ക്ക് മാച്ച് ദി ഫോളോയിങ് എന്ന സീക്വൻസിലും പലപ്പോഴും ഈ കൃതി ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി കേരളത്തിലെ ചുവർ ചിത്രങ്ങൾ, ഇത് നമ്മൾ ഒരു വട്ടം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. കേരളത്തിലെ ചുവർ ചിത്രങ്ങൾ ആരുടെ കൃതിയാണ്? MG ശശിഭൂഷന്റെ കൃതിയാണ്. ഇത് നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ചുവർ ചിത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവർ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി കേരളത്തിന്റെ നാടോടി സംസ്കാരം, പലപ്പോഴും നമ്മൾ കാവാലം നാരായണപ്പണിക്കർ എന്നുള്ള പേര് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഓർക്കുമോ എന്നറിയില്ല. അപ്പൊ കേരളത്തിന്റെ നാടോടി സംസ്കാരം എന്നുള്ള കൃതി എഴുതിയത് ആരാണ്? കാവാലം നാരായണപ്പണിക്കരാണ്. കേരളം 15ഉം 16ഉം നൂറ്റാണ്ടുകളിൽ ആരുടെ കൃതിയാണ്? വേലായുധൻ പണിക്കശ്ശേരിയുടെ കൃതിയാണ് കേരളം 15ഉം 16ഉം നൂറ്റാണ്ടുകൾ. ഇനി അടുത്ത കൃതി ഏതാണ്? കേരള ചരിത്രത്തിലെ അടിസ്ഥാന ശില്പികൾ MGS നാരായണനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു MGS നാരായണൻ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് എഴുതിയ കൃതികളെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ MGS നാരായണന്റെ മറ്റൊരു കൃതി നമ്മളൊരു ചോദ്യം എന്ന നിലയിൽ തന്നെ ആദ്യത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതാണ് കൃതി എന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? യെസ്, ആര് പറഞ്ഞോളൂ, അത് തന്നെയാണ്. മുഴുവൻ പറഞ്ഞേ, ടൈപ്പ് ചെയ്യൂ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആര് പറഞ്ഞത് ഞാൻ മുഴുവനായിട്ട് കേട്ടില്ല. ഹാൻഡ് റൈസ് ചെയ്യണ്ട, നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. യെസ്, ലിൻഷിയും ആരതിയും ഒക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. പെരുമാൾസ് ഓഫ് കേരള, അതും ഇമ്പോർട്ടന്റ് ആണ്, കാരണം പല പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ MGS നാരായണന്റെ മറ്റൊരു കൃതികളാണ് പെരുമാൾ സ്വരൂപം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പെരുമാൾസ് ഓഫ് കേരള എന്നുള്ളതാണ് കൃതിയുടെ പേര്. കേരള ചരിത്രത്തിലെ അടിസ്ഥാന ശില്പികൾ എന്നുള്ളതും ആരുടെയാണ്? MGS നാരായണന്റെ കൃതി തന്നെയാണ്. ഓക്കെ, രസിതയുടെ ആരുടെങ്കിലും മൈക്ക് ഓൺ ആണ് വെച്ചെങ്കിൽ അതൊന്ന് ഓഫ് ആക്കണേ. നിങ്ങൾ മൈക്ക് ഓഫ് ആണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഇനി അടുത്തത് നോക്കൂ, സർദാർ KM പണിക്കർ എഴുതിയിട്ടുള്ള കേരള ചരിത്ര കൃതികളാണ് കേരളവും പോർച്ചുഗീസുകാരും കേരളവും ഡച്ചുകാരും ഒരു കേരള ചരിത്രം. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതായിരുന്നു. താഴെ തന്നിരിക്കുന്നതിൽ സർദാർ KM പണിക്കർ എഴുതിയ കേരള ചരിത്ര കൃതികൾ എന്നുള്ളതായിരുന്നു ചോദ്യം. പ്രധാനപ്പെട്ട 3 കൃതികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്കിങ്ങനെ Aയും Bയും Cയും ശരി, A മാത്രം ശരി, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഇത്. കേരളവും പോർച്ചുഗീസുകാരും കേരളവും ഡച്ചുകാരും ഒരു കേരള ചരിത്രം, ഇത് ആരുടെ കൃതിയാണ്? സർദാർ KM പണിക്കരുടെ കൃതിയാണ്. അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. സ്ക്രീൻഷോട്ടിൽ മാത്രം ഒതുങ്ങരുത്, കൃത്യമായിട്ട് നോട്ട് എഴുതും വേണം. ഇനി നോക്കൂ, അടുത്തത് നോക്കൂ, 19ആം നൂറ്റാണ്ടിലെ കേരളം. 19ആം നൂറ്റാണ്ടിലെ കേരളം ആരുടെ കൃതിയാണ്? P ഭാസ്കർ ഉണ്ണിയുടെ കൃതിയാണ്. ഇത് കാറ്ററ്റ് പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മുൻകാല ചോദ്യപേപ്പറുകൾ, കാറ്ററ്റിന്റെ ചോദ്യപേപ്പറുകൾ കിട്ടാൻ നമുക്ക് അത്ര എളുപ്പമല്ല, പക്ഷെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 19ആം നൂറ്റാണ്ടിലെ കേരളം ആരുടെ കൃതിയാണ്? P ഭാസ്കരൻ ഉണ്ണിയുടെ കൃതിയാണ് 19ആം നൂറ്റാണ്ടിലെ കേരളം. ഇനി തിരുവിതാംകൂർ ചരിത്രം ആരുടെയാണ്?
തിരുവിതാംകൂർ ചരിത്രം എന്ന കൃതി ആരുടെയാണ്? പാച്ചുമുത്തതിന്റെയാണ് തിരുവിതാംകൂർ ചരിത്രം. പ്രാചീന കേരളം, ഇത് മാച്ച് ദി ഫോളോയിങ്ങിൽ വന്നിട്ടുള്ളതായിരുന്നു ഈ 4 അതങ്ങനെ അത് ഒരുമിച്ച് അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത്. 19-ാം നൂറ്റാണ്ടിലെ കേരളം പി ഭാസ്കരൻ ഉണ്ണി, തിരുവിതാംകൂർ ചരിത്രം പാച്ചുമുത്തത്. പ്രാചീന കേരളം ആരുടെയാണ്? കോമാട്ടിൽ അച്യുതമേനോന്റെയാണ് പ്രാചീന കേരളം. മലബാർ കലാപം ആരുടെയാണ്? കെ മാധവൻ നായർ. ഇനി ഇതിൽ ഉൾപ്പെടാത്ത ചിലപ്പോൾ ഒരുപാട് കൃതികൾ ഇനിയും ഉണ്ടായേക്കാം. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ ഉൾപ്പെടുത്തിയത്. അപ്പൊ എല്ലാവർക്കും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പഠന ഗ്രന്ഥങ്ങൾ മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ചോദിച്ച ഗ്രന്ഥങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി എങ്ങനെയാ ചോദ്യങ്ങളിലേക്ക് പോകല്ലേ? അപ്പൊ 30 ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദ്യവും ഓപ്ഷനും നിങ്ങൾക്ക് ആദ്യം സ്ക്രീനിൽ കാണാം. ആൻസർ തൊട്ടു പുറകെ വരും. പക്ഷെ ചോദ്യം കണ്ട വശം നിങ്ങൾ എല്ലാവരും തന്നെ ഉത്തരം പറയാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ എല്ലാവരും? സ്ക്രീൻ കാണുന്നുണ്ട്, ഓഡിയോ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതെ ആദ്യത്തെ ചോദ്യം പിടിച്ചോ. 31ാമത്തെ ചോദ്യം. 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ടാണ് 31ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ സംഘകാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ സംഘകാലത്ത് ഉഴവർ ദേവേന്ദ്ര പ്രീതിക്കായിട്ട് നടത്തിയിരുന്ന ഉത്സവം ഏത്? ഇന്ദ്രവിഴ, കുറവൈക്കൂത്ത്, ക്ഷമിക്കണം അത് കുരവൈക്കൂത്ത് എന്നാണ്, മാലൈ നിലൈ, തീടൽ. സംഘകാലത്ത് ഉഴവർ ദേവേന്ദ്ര പ്രീതിക്കായി നടത്തിയിരുന്ന ഉത്സവം. ഒരുപാട് ആൻസേഴ്സ് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ഉഷാറിലാണ്. ഞാൻ പറയണേക്കാട്ട് മുമ്പ് തന്നെ ആൻസർ ആൻമരിയ ആണ് ആദ്യ ആൻസർ. ഓപ്ഷൻ എ ആണെന്ന് പറഞ്ഞത്. ഇന്ദ്രവിഴ. കീർത്തനയ ബാലകൃഷ്ണൻ, കീർത്തനയും ഓപ്ഷൻ എ തന്നെയാണ്. അഭിനവ്, രമ്യ, രസിത, അതുല്യ, വിജിഷ, ലിൻസി, നീതുവും വിഷ്ണുവും കുറവൈക്കൂത്താണെന്ന് പറയുന്നുണ്ട്. ലക്ഷ്മി ഓപ്ഷൻ എ ആണെന്ന് പറയുന്നുണ്ട്. ഇനിയുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ 34ഓളം പേരുണ്ട്. ഇപ്പൊ ആകെ 10 പേര് തികച്ച ആൻസർ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ആൻസർ പറഞ്ഞ്. തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ. ചിലപ്പോൾ നമ്മൾ പറയുന്ന തെറ്റായിട്ടുള്ള ഒരു കാര്യം പിന്നീട് ശരിയാക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നമ്മൾ പോലും അറിയാണ്ട് നിൽക്കും. ഈ ഉഴവർ സംഘകാലത്തെ തിണകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഐന്തിണകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഉഴവർ എന്നുള്ളത് ഏത് തിണയുമായി ബന്ധപ്പെട്ടതാ? ദേവേന്ദ്രനാണ് ദൈവം എന്നും പറയുന്നുണ്ട്. അപ്പൊ ഉഴവർ ഏത് തിണയുമായി ബന്ധപ്പെട്ടതാ? ഉഴവർ ഏത് തിണയുമായി ബന്ധപ്പെട്ടതാണ്? സംഘസാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് തൊൽക്കാപ്യം അതിൽ പറയുന്ന വികാരങ്ങള്, അതുപോലെ തിണകള്, തിണമയക്കൊക്കെ നമ്മൾ അവിടെയാണ് പഠിക്കുക. എങ്കിലും ഞാൻ ചോദിച്ചു എന്നുള്ളതാണ്. വിഷ്ണു ചോദിക്കുന്നുണ്ട് മരുതം ആണോ എന്നുള്ളത്. അതുല്യ മരുതം പറയുന്നുണ്ട്, കീർത്തന മരുതം പറയുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട, വിഷ്ണു മരുതം തന്നെയാണ് ദേവേന്ദ്ര പ്രീതിക്ക് വേണ്ടിയിട്ട് നടത്തുന്നത്. അപ്പോ ഉഴവർ ദേവേന്ദ്ര പ്രീതിക്കായിട്ട് നടത്തിയിരുന്ന ഉത്സവം ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇനി ആരും തെറ്റിക്കണ്ട. മരുതം ഡൗട്ട് ഉണ്ട് എന്ന് രസിത പറയുന്നുണ്ട്. നമുക്ക് നോക്കാട്ടോ. ഈ മരുതം ഇതൊന്നും ഡൗട്ട് ഒന്നും വേണ്ട. സംഘകാല സാഹിത്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. അപ്പൊ സംഘകാലത്ത് ഉഴവർ ദേവേന്ദ്ര പ്രീതിക്കായിട്ട് നടത്തിയിരുന്ന ഉത്സവം ഇന്ദ്രവിഴയാണ്. ഇന്ദ്രവിഴ. അപ്പൊ അതിൽ കുരവൈക്കൂത്തുണ്ട്, മാലൈനിലയുണ്ട്, തീടലുണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ തന്നെ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ സംഘകാലത്ത് ഉഴവർ ദേവേന്ദ്ര പ്രീതിക്കായിട്ട് നടത്തിയിരുന്ന ഉത്സവം ഏതാണ്? ഇന്ദ്രവിഴയാണ്. ഇത് നമുക്കിതിലൊരു 10-15 കാര്യങ്ങൾ മാത്രമാണ് ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളൂ. ഈ കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്തു വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചു വെച്ചാൽ ഇതിൽ നിന്നുള്ള മാർക്ക് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ചോദ്യം ഇനി ഏത് പരീക്ഷയ്ക്ക് വന്നാലും നിങ്ങൾ തെറ്റിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം നോക്കിക്കോ. സംഘകാലത്ത് മൊഴിപ്പെയർ ദേശം അത് 2 വാക്കായിട്ട് എഴുതിയിട്ടും കാണുന്നുണ്ട്, ഒറ്റ വാക്കായിട്ട് എഴുതിയിട്ടും ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. സംഘകാലത്ത് മൊഴിപ്പെയർ ദേശം എന്നറിയപ്പെട്ട നാട് തമിഴ്നാട്, കർണാടക, തിരുവിതാംകൂർ, മധുര. ആരൊക്കെ ആൻസർ പറഞ്ഞേ? ലിൻഷി, അന്ന, രൂപന, ആരതി, വിജിഷ, ലക്ഷ്മി, സൂര്യ. ഓക്കെ, ഓപ്ഷൻ ഡി എല്ലാവരും പറഞ്ഞിട്ടുണ്ടേ. ഞാൻ പറയുന്നു ഓപ്ഷൻ ഡി തെറ്റാണ്. അപ്പൊ ഇനി ഒന്നും ആലോചിച്ചിട്ട് പറഞ്ഞേ. ഞാൻ പറയുന്നു ഓപ്ഷൻ ഡി തെറ്റാണെന്ന്.
എല്ലാവരും ഒരുമിച്ച് തെറ്റ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തിരുത്തിയത്. ഓപ്ഷൻ ഡി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഓപ്ഷൻ ഡി അല്ല. പിന്നെ എല്ലാവരും ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്നതാണ്. ഇത് HSIയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇപ്പോഴല്ല, കുറച്ചു കാലം മുമ്പുള്ളത്. എനിക്കിത് ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻ ആണേ. സംഘകാലത്ത് മൊഴിപ്പെയർ ദേശം എന്നറിയപ്പെട്ട നാട്. ഈ ചോദ്യം നമുക്ക് അത്ര പരിചിതല്ല. എനിക്കും ആദ്യം ഈ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, കുറെ കാലം മുമ്പ് ചോദിച്ചതായതുകൊണ്ട്. ആൻസർ പറഞ്ഞേ. ഇപ്പൊ എല്ലാവരും തമിഴ്നാട്ടിൽ കടന്നിട്ടുണ്ട് കേട്ടാ. വിഷ്ണു ഓപ്ഷൻ ബി ആണെന്ന് പറയുന്നുണ്ട്. വിഷ്ണു ഹർഷൻ. രൂപന ഓപ്ഷൻ എ. ബ്രിജിറ്റ് ഓപ്ഷൻ ബി. ധന്യ ഓപ്ഷൻ എ. അഭിനവ് തന്നെയാണ്. ഓക്കെ, അഭിനവ് ഓപ്ഷൻ സി. ഹർഷ സി. രമ്യ. ഇത് നല്ലൊരു ചോദ്യമാണ്. എയും ബിയും സിയും ഡിയും ഒക്കെ ആൻസർ വന്നു. നമുക്ക് ഉത്തരം നോക്കാട്ടോ. ഇനി കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കരുത് കേട്ടോ ഇനി ആരും. സംഘകാലത്ത് മൊഴിപ്പെയർ ദേശം എന്നറിയപ്പെട്ട നാട് കർണാടകയാണ്. അപ്പൊ എനിക്കും തോന്നി മധുരയും തിരുവിതാംകൂറും ഓപ്ഷൻ കിടക്കുന്ന സമയത്ത് കർണാടക വന്നതുകൊണ്ട് കർണാടക എന്നുള്ള പേര് ഈ സമകാലത്ത് വന്നതല്ലേ, ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഓപ്ഷൻസിൽ അതായതുകൊണ്ടാണ് ഞാൻ അത് തന്നെ വെച്ചത്. ഈ ക്വസ്റ്റ്യൻ പിന്നീടും പല PSC പരീക്ഷകൾക്കും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലും ഓപ്ഷൻ കർണാടക തന്നെയാണ് ആൻസർ ആയിട്ട് കൊടുത്തിരുന്നത്. ഇനി സംഘകാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കൃതികൾ റെഫർ ചെയ്തിട്ട് ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ട് വെച്ചാൽ നിങ്ങളെ അറിയിക്കും. ആൻസർ കീ പരിശോധിക്കുമ്പോഴും ഓപ്ഷൻ ബി കർണാടക തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ HSC മലയാളത്തിനാണ് ഓപ്ഷൻ ഡി ആയിട്ട് മധുര ഒരു ഓപ്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊന്നും മധുര ഓപ്ഷനിൽ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കണ്ട, ഓപ്ഷൻ ഡി തെറ്റാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ സംഘകാലത്ത് മൊഴിപ്പെയർ ദേശം എന്നറിയപ്പെട്ട നാട് ഓപ്ഷൻ ബി കർണാടകയാണ്. ഇനി ആരും തെറ്റിക്കരുത്, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്കിത് ചോദ്യമായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ സംഘകാലത്ത് മൊഴിപ്പെയർ ദേശം എന്നറിയപ്പെട്ട നാട് ഏതാണ്? കർണാടകയാണ്. ഇനി അടുത്തത് നോക്കാട്ടോ. ഇത് സെറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരം. കുറെ സംഘകാലം നോക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കുന്ന കൊട്ടാരം ഏത്? ശ്രീകൃഷ്ണപുരം കൊട്ടാരം, ചീനക്കൊട്ടാരം കൊല്ലം, പത്മനാഭപുരം കൊട്ടാരം, കിളിമാനൂർ കൊട്ടാരം. ഈ ചീനക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കൊണ്ടാണ് ചീനക്കൊട്ടാരത്തിന്റെ ഒപ്പം തന്നെ ഞാൻ കൊല്ലം എന്നും ചേർത്തത് കേട്ടോ. കൊല്ലം തന്നെയാണ്, കൊട്ടാരം എന്നല്ല. അപ്പൊ മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരം. ഈ ആൻസേഴ്സ് കുറെ വരുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അന്ന ഓപ്ഷൻ സി ആണെന്ന് പറയുന്നു. അഭിനവ് ഓപ്ഷൻ ഡി. ബിനു ഓപ്ഷൻ സി. രമ്യ ഓപ്ഷൻ സി. രൂപന ശ്രീകൃഷ്ണപുരം കൊട്ടാരാണെന്ന് പറയുന്നു. നീതുവും അത് തന്നെ പറയുന്നു. പത്മനാഭപുരം കൊട്ടാരം. വിജിഷ ഓപ്ഷൻ എ എന്നാണ് പറയുന്നത്. ഹർഷ എന്തെങ്കിലും പറയുന്നുണ്ടോ? ക്ലിയർ അല്ല ഹർഷ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് ഓഫ് ചെയ്തിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യൂ. ബ്രിജിറ്റ് ഓപ്ഷൻ എ പറയുന്നുണ്ട്. വിഷ്ണു ഓപ്ഷൻ എ ആണ് പറയുന്നത്. എല്ലാവരും ഓപ്ഷൻ എ തന്നെ പറയുന്നത്. എന്താ ഓപ്ഷൻ എ പറയാനുള്ള കാരണം? ശ്രീകൃഷ്ണപുരം കൊട്ടാരം എന്ന് പറയാനുള്ള കാരണം എന്താ? ഓപ്ഷൻ സി പത്മനാഭപുരം കൊട്ടാരം എന്നും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ എ വന്നതുകൊണ്ട് ഒരു ഡൗട്ട് വന്നുകൊണ്ട് ചോദിച്ചതാണ്. ഓപ്ഷൻ സി ആണ് എന്ന് കീർത്തന ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇത് ഡൗട്ട് ഒന്നും വേണ്ട, അതാണ് കീർത്തന പറയുന്നത്. ശരിയാണ്. മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരം ഏതാണ്? പത്മനാഭപുരം കൊട്ടാരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? നമ്മൾ ഒരു വട്ടം പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലാണ് അല്ലെ? ആണോ? അതെ. ഓക്കെ, ഇനി അത് തെറ്റിക്കണ്ട. അപ്പൊ മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരാണ്. ഇനി അത് തെറ്റിക്കണ്ട. അപ്പൊ കൊട്ടാരങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മുടെ ലളിതം മലയാളം എന്ന് പറയുന്ന I+ മലയാളം സബ്ജക്റ്റിന്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും എന്ന് കരുതുന്നു. അപ്പൊ അതിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് നമ്മൾ കേരള ചരിത്രം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൊട്ടാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പ്രധാനപ്പെട്ട കൊട്ടാരം, ആ കൊട്ടാരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ, പണി കഴിപ്പിച്ചതാറ്, ചില കൊട്ടാരങ്ങൾക്ക് ഇത്തരത്തിൽ ഓരോ വിശേഷണങ്ങളുണ്ട്. ഇപ്പൊ സാമൂതിരിക്ക് നേരെ ചൂണ്ടിയ ഖഠാര എന്നറിയപ്പെടുന്ന കോട്ട ഏത് എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇടാം. കാരണം ഇത് പലപ്പോഴും
റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരം ഏതാണ്? പത്മനാഭപുരം കൊട്ടാരമാണ്. തെറ്റിക്കേണ്ട. ഏറ്റവും വലിയ ചുവർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ചീന കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. അപ്പൊ ഇതിനെ ആരും തെറ്റിക്കേണ്ട. ഇതൊക്കെ പലപ്പോഴും പല ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട കേരള സാംസ്കാരിക സ്ഥാപനങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സർവകലാശാലകളും പഠിക്കേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സെറ്റ് പരീക്ഷയ്ക്കൊക്കെ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഔദ്യോഗിക ഗീതം എഴുതിയത് ആര്? ഓപ്ഷൻ എ ONV കുറുപ്പ്, ഓപ്ഷൻ ബി അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ഓപ്ഷൻ സി ഉള്ളൂർ, ഓപ്ഷൻ ഡി കുമാരനാശൻ. MG യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് വെച്ചാൽ അവർക്ക് വേഗം ഉത്തരം കിട്ടും. ഒരുപാട് ഉത്തരങ്ങൾ വന്നു കേട്ടോ. ഷിജീഷയാന്ന് തോന്നുന്നുണ്ട്. അല്ല, ഷിജിയാണ് ആദ്യം ആൻസർ പറഞ്ഞത്. ഓപ്ഷൻ എ ONV. വിഷ്ണു അത് തന്നെ പറയുന്നു. രമ്യ, ലിൻഷി, വിജിഷ, ആരതി, അന്ന. ബാക്കി എവിടെ? ഇനി ഉത്തരങ്ങൾ വരാനുണ്ടല്ലോ. ഗസ് അടിക്കാന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. യാതൊരു വിധത്തിലുള്ള മടിയും വേണ്ട. ഗസ് ആണ് ടീച്ചറെ എന്ന് പറയണോണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. ഗസ് അടിക്കാം, ഉത്തരം പറയുക, അതിനെ ഒരു ആർജവം കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഔദ്യോഗിക ഗീതം എഴുതിയത് ആര്? കേരള സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട സമരങ്ങളും കാര്യങ്ങളും മാത്രം പഠിച്ചാൽ പോരാ. കേരള സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നുള്ള ഒരു ടൈറ്റില് HSA, HSST, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ സിലബസിലുണ്ട്. സിലബസ് കൃത്യമായിട്ട് എടുത്ത് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻസേഴ്സ് കുറവാണല്ലോ. ഇതറിയാത്തത് കൊണ്ടാണോ? ഗസ് ചെയ്യാണിച്ചെങ്കിൽ നമുക്ക് ഗസ് ചെയ്യാട്ടോ. ആകെ കൂടി വളരെ കുറച്ച് പേര് മാത്രമാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഹർഷ ഉള്ളൂരാണെന്ന് പറയുന്നുണ്ട്. രൂപന അറിയില്ല എന്ന് പറയുന്നു. സാരില്ല കീർത്തന, രൂപന, ഏതെങ്കിലും ഒരു ഓപ്ഷൻ പറ, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ ഓപ്ഷൻ ശരിയായാലോ. രൂപനയും കീർത്തനയ്ക്കും ഗസ് ചെയ്യാൻ ഒരു അവസരം നൽകുകയാണ്. ഏതാണ് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഔദ്യോഗിക ഗീതം? ശ്രീഷ്മ എന്ന് പറയുന്നുണ്ട്. കീർത്തനയെ ഗസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, രൂപനയും ഓപ്ഷൻ എ പറഞ്ഞു. അപ്പൊ ഇനി ഗസ് ചെയ്തവരുടെയൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ. ശരിയായിട്ടുള്ള ഉത്തരവ് ആദ്യം പറഞ്ഞവരുണ്ട്. എ അല്ലെങ്കിൽ ബി. വിഷ്ണു ഇനി ഡൗട്ട് വേണ്ട കേട്ടോ. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഔദ്യോഗിക ഗീതം എഴുതിയത് ONV കുറുപ്പാണ്. യെസ്, അതിൽ ചിന്തിച്ച രീതി കണ്ടോ? എ ആയിരിക്കും. ബാക്കിയുള്ളവരൊക്കെ അപ്പോ ഉണ്ടായിരുന്നോ എന്നുള്ളത്, അവരുടെ ജീവിത കാലഘട്ടമാണോ എന്നുള്ളത്. ബി ഉണ്ടായിരുന്നു കേട്ടോ. അക്കിത്തം ഈ അടുത്താണ്. അദ്ദേഹം ജ്ഞാനപീഠമൊക്കെ ലഭിച്ചതിന് ശേഷമാണ് മരിച്ചത്. ഉള്ളൂറും കുമാരനാശാനെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഔദ്യോഗിക ഗീതം എഴുതിയത് ആര്? അക്കിത്തം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി ഇത് തെറ്റരുത്. ഇത് നമുക്ക് ഇനിയുള്ള പരീക്ഷാ പേപ്പറുകളിലൊക്കെ ചോദിക്കാവുന്നതാണ്. ഇപ്പോ അതുല്യ ചിന്തിച്ച പോലെ തന്നെ, ഒരു പക്ഷെ നിങ്ങൾക്ക് ഇത് ഉത്തരം അറിയില്ല എങ്കിൽ അതുല്യ ചിന്തിച്ച അതേ രീതിയിൽ തന്നെ നമുക്ക് ചിന്തിക്കാം. വിഷ്ണു അത് തന്നെയാണ് ചിന്തിച്ചിരിക്കാം. കാരണം എന്താ വെച്ചാൽ വിഷ്ണു പറഞ്ഞത് A അല്ലെങ്കിൽ B എന്നാണ്. അതായത് ONV ആകാം, അച്യുതാകാം. യെസ്, വിഷ്ണു അതാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചത്. പല ക്വസ്റ്റ്യനും ഇത്തരത്തിലുള്ള ട്രിക്ക് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് പലപ്പോഴും കിട്ടും. അതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഓരോ ഓപ്ഷൻ എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് വന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഔദ്യോഗിക ഗീതം എഴുതിയത് ആരാണ്? ONV കുറുപ്പ് ആണ്. അപ്പൊ നമ്മുടെ ഈ PSC എക്സാമുകൾ, അതായത് നമ്മുടെ HSA, HSST എഴുതി ശീലിച്ചിട്ടുള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ തൊട്ടു മുമ്പ് 2022 ജൂൺ 21 നടന്ന HSAയുടെ പരീക്ഷ പേപ്പറില് ഏറ്റവും കൂടുതൽ കുട്ടികൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് 4 ഓപ്ഷനിലെ 2 അല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇത് 2 അല്ല, ബാക്കി 2 എണ്ണത്തിൽ ഏത് എന്നാണ് കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ ആ കൺഫ്യൂഷൻ മാറ്റാനുള്ള വഴി എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇനി ആരും തെറ്റിക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് 35ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വേഗം കടക്കുകയാണ്. വീണ്ടും സംഘകാലത്തിലേക്ക് നമ്മൾ കടന്നു. കൃഷിയിൽ രാജാവിന് അവകാശപ്പെട്ട ഓഹരിക്ക് പറയുന്ന പേര്? വലിയ പണം, കോപ്പ്, പതിവാരം, രക്ഷാഭോഗം. ആൻസർ വരട്ടെ. ഓപ്ഷൻ സിയുടെ മേളാണ് കേട്ടോ. എല്ലാവരും ഓപ്ഷൻ സി ആണ് പറയുന്നത്. ശ്രദ്ധിച്ചു വെച്ചേ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വെച്ചേ. കൃഷിയിൽ രാജാവിന് അവകാശപ്പെട്ട ഓഹരിക്ക്, നികുതിയല്ല, ഓഹരിക്ക് പറയുന്ന പേര്?
ലിൻഷി ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. ആര്യോം ഓപ്ഷൻ ഡി. ധന്യ ഓപ്ഷൻ എ വലിയ പണം എന്ന് പറയുന്നുണ്ട്. വിഷ്ണു ഓപ്ഷൻ ഡി. അന്നാമരി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എ ആണോ, വലിയ പണം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സൂര്യ പതിവാരം എന്നാണ് പറയുന്നത്. ആരതിയും അത് തന്നെ പറയുന്നു. എല്ലാവരും നോക്കിയേ. ഓപ്ഷൻ ബി ആരും പറഞ്ഞിട്ടില്ല. ഓപ്ഷൻ ബി ആരും പറഞ്ഞിട്ടില്ല. ഓപ്ഷൻ ബി കോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നറിയോ? പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥ ഉണ്ടായിരുന്ന സമയത്ത് ഓരോരുത്തർക്കും അവകാശപ്പെട്ട കാര്യങ്ങൾ നൽകുന്നതിനെയാണ് കോപ്പ് നൽകുക എന്ന് പറയുക. ആ ഒരു രീതിക്കാണ്, അതായത് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നൽകുക. അത് ആഴ്ചയിലാകാം, മാസത്തിലാകാം. ആ നൽകുന്ന ആ രീതിക്കാണ് കോപ്പ് എന്ന് പറഞ്ഞിരുന്നത്. ഇതേതോ നോവലില് പരാമർശമുണ്ട്, അത് ആ ഒരു ഓർമ്മയിൽ പറഞ്ഞതാണ്. അപ്പൊ കൃഷിയിൽ രാജാവിന് അവകാശപ്പെട്ട ഓഹരിക്ക് പറയുന്ന പേര്. എയും സിയും ഡി ആണ് കൂടുതൽ പേര് പറഞ്ഞത്. ഷിജി കോപ്പല്ലാട്ടോ ആൻസർ. ഞാനിപ്പോ കോപ്പിനെ കുറിച്ച് പറഞ്ഞത് കോപ്പ് എന്നുള്ളൊരു വാക്ക് കണ്ടത് കൊണ്ടാണ്. വെറുതെ ഒരു ഓപ്ഷൻ അല്ല അത്. കോപ്പ് എന്നതിന് സംസ്കാരവുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ കൃഷിയിൽ രാജാവിന് അവകാശപ്പെട്ട ഓഹരിക്ക് പറയുന്ന പേര് രക്ഷാഭോഗം എന്നാണ്. ഇത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കൃഷിയിൽ രാജാവിന് അവകാശപ്പെട്ട ഓഹരിക്ക് പറയുന്ന പേര് രക്ഷാഭോഗം. കല്യാണി ദാശായണി നോവലിലാണ് അല്ലേ ബിനു? ഓക്കെ. എനിക്ക് എവിടെയോ വായിച്ചൊരു ഓർമ്മയുണ്ട്. അപ്പൊ എനിക്ക് അതെന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നീട് അന്വേഷിച്ചു പോയപ്പോഴാണ് കോപ്പ് എന്നുള്ളത് ഇതാണ് എന്ന് മനസ്സിലായത്. അപ്പൊ കൃഷിയിൽ രാജാവിന് അവകാശപ്പെട്ട ഓഹരിക്ക് പറയുന്ന പേര് എന്താണ്? രക്ഷാഭോഗം എന്നാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമ്മുടെ ക്ലാസ് ഇന്ററാക്റ്റീവ് ആകുന്നത്. അപ്പൊ ഇത് ഇനി ആരും തെറ്റിക്കില്ലല്ലോ. കൃഷിയിൽ രാജാവിന് അവകാശപ്പെട്ട ഓഹരിക്ക് പറയുന്ന പേര് രക്ഷാഭോഗം. രൂപന കോപ്പ് ഒന്നും കൂടി പറയുമോ മിസ് ചെയ്ത്? അതായത് ഈ നായർ കുടുംബങ്ങളിലെ അല്ലെങ്കിൽ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന വ്യവസ്ഥ. ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നായർ എന്നാണ് കണ്ടത്. അപ്പോ ആ കുടുംബത്തിലെ ഒരുപാട് ഫാമിലീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരുപാട് ഫാമിലീസിന് ആവശ്യമായിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നൽകുക. ഇത് മുഴുവനായിട്ട് ഇതേ രീതിക്ക് തന്നെയാണോ എന്നുള്ളത് അറിയില്ല. നിത്യച്ചെലവിനും നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക, അതായത് പതിവ് ചെലവിന് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുന്ന രീതിക്ക് കോപ്പ് കൊടുക്കുക എന്നുള്ളത് പറയും. ചിലപ്പോൾ ഓരോ ജാതി അനുസരിച്ചും ദേശമനുസരിച്ചും ഈ കാര്യത്തിന് മാറ്റം ഉണ്ടാകാം. പക്ഷെ സംഭവം ഇത് തന്നെയാണ്, ആശയം ഇത് തന്നെയാണ്. കോപ്പ് കൊടുക്കുക എന്ന് പറയും. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കോപ്പ് എന്താണെന്ന് രൂപനയ്ക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണെ. 36ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ 15 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് ഒന്ന് വേഗം പറയുന്നത്. ഓക്കെ രൂപന, അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോട്ടാ. തൃച്ചാരണത്ത് മലയുടെ പ്രത്യേകത. ബുദ്ധമത സങ്കേതമായിരുന്നു, ജൈനമത സങ്കേതമായിരുന്നു. കഥാപുരുഷൻ എന്ന് പറയുന്ന സിനിമയിലും കോപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. താങ്ക് യു വിഷ്ണു. ബുദ്ധമത സങ്കേതമായിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മള് തൃച്ചാരണത്ത് മലയുടെ പ്രത്യേകത, ബുദ്ധമത സങ്കേതം, ജൈനമത സങ്കേതം, കുലശേഖര ചക്രവർത്തിയുടെ ആസ്ഥാനം, പ്രസിദ്ധമായ വിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഒന്ന് ശ്രദ്ധിച്ചു വായിച്ച് എളുപ്പത്തിൽ ഉത്തരം കിട്ടാവുന്നതാണ്. നമ്മുടെ ആൻസേഴ്സ് വരുന്നുണ്ട്. എല്ലാവരും ആൻസർ പറയാനായിട്ട് ഒരു ആർജവം കാണിക്കണം കേട്ടോ. 5ഓളം പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. കീർത്തന ജൈനമത സങ്കേതം എന്ന് പറയുന്നു. ബിനു ബുദ്ധമത സങ്കേതം എന്ന് പറയുന്നുണ്ട്. അഭിനവ് പ്രസിദ്ധമായ വിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. ലിൻസി കുലശേഖര ചക്രവർത്തിയുടെ ആസ്ഥാനം എന്ന് പറയുന്നുണ്ട്. രസിത ബി എന്ന് പറയുന്നുണ്ട്. വിഷ്ണു ബി എന്നാണ് പറഞ്ഞത്. ഇനി ആരൊക്കെ ആൻസർ പറയാളെ? വിജിഷ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്. പലരും ആൻസർ പറയാതെ മടിച്ചു നിൽക്കുന്നുണ്ട്. മുന്നോട്ട് വരേണ്ടതാണ്. കടന്നു വരൂ. ആൻസർ പറയൂ. തൃച്ചാരണത്ത് മലയുടെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ ഓപ്ഷൻ വന്നത് ബുദ്ധം ജൈനം എന്നുള്ളതാണ്. നമുക്ക് ആൻസർ നോക്കാം. ഇനി ആരും തെറ്റിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വേഗം ആൻസർ പറയുന്നത്. തൃച്ചാരണത്ത് മലയുടെ പ്രത്യേകത എന്താ? തൃച്ചാരണത്ത് മലയുടെ പ്രത്യേകത, ഇതൊരു ജൈനമത സങ്കേതം ആയിരുന്നു. ഇത് തൃച്ചാരണത്ത് മല എന്തായിരുന്നു? ജൈനമത സങ്കേതമായിരുന്നു. തൃച്ചാരണത്ത് മല എന്ന് പറയുന്നത്. അപ്പൊ കുലശേഖര ചക്രവർത്തിയുടെ ആസ്ഥാനം എന്നല്ല, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ ചോദ്യം വായിക്കുകയാണ് എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒന്ന് തന്നെയാണ് ഇവയെല്ലാം തന്നെ. അപ്പോ മതങ്ങൾ എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ബുദ്ധമതമായാലും ജൈനമതമായാലും. ഇനി ഞാൻ ഈ ജൈനമതത്തിലെ മുൻപ് വന്നിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്തത് പറയാം. ആയുർവേദം കേരളത്തിലെ ജൈനമതക്കാരായിരുന്നു.
ശ്രദ്ധിക്കണേ, ആയുർവേദം കേരളത്തിലേക്ക് എത്തിച്ചത് ജൈന മതക്കാരായിരുന്നു. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. ദ ആൻസർ ജൈനമതം എന്നുള്ളതാണ്. ഇതുപോലെ ഇപ്പൊ തൃച്ചാരണത്തുപന ജൈനമത സങ്കേതം എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. കല്ലിൽ ഗുഹാക്ഷേത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കല്ലിൽ ഗുഹാക്ഷേത്രം. കല്ലിൽ ഗുഹാക്ഷേത്രം എന്താണ്? ജൈനമത സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കല്ലിൽ ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത്. അതുപോലെ അംഗങ്ങൾ എന്നുള്ളത് ജൈനന്മാരുടെ മതഗ്രന്ഥമാണ്. അപ്പൊ ജൈനമതം, ബുദ്ധമതം ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഐപ്ലസിന്റെ കോഴ്സിലെ, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കോഴ്സിലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് കേട്ടറ്റ്, സെറ്റ്, നെറ്റ്, HSC ഇവയുടെ എല്ലാം തന്നെ ജനറൽ പേപ്പർ നിലവിൽ അവൈലബിൾ ആണ്. ഇതിൽ HSSCയുടെ കോഴ്സിന്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാത്തിന്റെയും എന്ത് കോഴ്സ്, മലയാളം സബ്ജക്ട് കോഴ്സും അവൈലബിൾ ആണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കമന്റ് ബോക്സിൽ കാണാവുന്നതാണ്. ട്രയൽ ക്ലാസ്സുകൾ ഉണ്ട്. ട്രയൽ ക്ലാസ്സുകൾ യൂട്യൂബിൽ ധാരാളം ക്ലാസ്സുകൾ ഉണ്ട്. മോക്ക് ക്ലാസ്സുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട്, ഫ്രീ ട്രയൽ ക്ലാസ്സുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് കോഴ്സ് എടുക്കാവുന്നതാണ്. സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള നോട്ടുകൾ, വീഡിയോ ക്ലാസ്സുകൾ, മോക്ക് ടെക്സ്റ്റുകൾ എല്ലാം ഉണ്ട്. പെട്ടെന്ന് ഒരു സംശയം വന്നാൽ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ, 2-3 മണിക്കൂറൊന്നും വരില്ല, അതിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിന് ചേരാത്തവർ ആരെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ ട്രയൽ ക്ലാസ്സുകൾ കണ്ട് നമ്മുടെ കോഴ്സ് എടുക്കാവുന്നതാണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മുടെ ചാറ്റ് ബോക്സിൽ അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിലാണ് കല്ലിൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ഒരു പോയിന്റ് വിഷ്ണു കൂട്ടിച്ചേർക്കുന്നുണ്ട്. താങ്ക് യു വിഷ്ണു. അപ്പൊ ജൈനമതം, ഇനി ജൈനമതവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി വരുന്നുണ്ട്. അപ്പൊ ഈ ജൈനമതവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. കല്ലിൽ ഗുഹാക്ഷേത്രം ജൈനമത കേന്ദ്രമായിരുന്നു, അത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് എന്നുള്ളത് വിഷ്ണു പറഞ്ഞു. അതുപോലെ തന്നെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആയുർവേദം കേരളത്തിൽ എത്തിച്ചത് ആര് എന്നുള്ളത് ജൈനമതക്കാരാണ് എത്തിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാണ് കേട്ടോ. പടി മയോൻ എന്നും കാണുന്നുണ്ട്, മയോൻ എന്നും കാണുന്നുണ്ട്. ഞാനിവിടെ പടി മയോൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പടി മയോൻ ആരാണ്? ഓപ്ഷൻ എ ധാരാളം ഭൂസ്വത്ത് കൈയാളുന്നവർ, ഓപ്ഷൻ ബി സേനാനായകർ, ഓപ്ഷൻ സി പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവർ, ഓപ്ഷൻ ഡി ജൈന സന്യാസിയാകാൻ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവർ. ആൻസർ പറഞ്ഞേ. അറിയില്ല എങ്കിൽ ഗസ് ചെയ്തോട്ടാ. ഓപ്ഷൻ ഡി ആണ് എന്ന് വിഷ്ണു പറയുന്നുണ്ട്. രസിത ഓപ്ഷൻ ബി സേനാനായകനാണോ? ഒരു ഡൗട്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൂടി വെച്ചിട്ടുണ്ട്. രമ്യ ഓപ്ഷൻ ഡി ആണെന്ന് പറയുന്നു. ബ്രിജിറ്റ്, അഭിനവ്, രൂപന, ഷിജി, ആരതി, രൂപന ഗസ് ആണെന്ന് പറയുന്നുണ്ട്. ഗസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. രൂപന ഗസ് ചെയ്യൂ. നീതു, ലക്ഷ്മി, ധന്യ ഒക്കെ ഓപ്ഷൻ ഡി ആണ് പറയുന്നത്. സി ആണോ? ഗസ് ആണെന്ന് മാത്രം. കീർത്തന പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവരാണോ പടിമയോൻ എന്ന് പറയുന്നുണ്ട്. ഗസ് ആണ് എന്ന് പറയുന്നുണ്ട്. ദേവിക ഓപ്ഷൻ എ ധാരാളം ഭൂസ്വത്ത് കഴിയുന്ന സൂര്യ ഓപ്ഷൻ സി ആണ് പറഞ്ഞത്. അന്നയും ഓപ്ഷൻ സി പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് ഓപ്ഷൻസ് ഗസ് ആണെങ്കിൽ പോലും ഓപ്ഷൻസ് ഗസ് ചെയ്യാനുള്ള ഒരു ആർജവമെങ്കിലും നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. വെരി ഗുഡ്. അപ്പൊ ഇനി ആൻസർ തെറ്റിക്കണ്ട കേട്ടോ. എയും ബിയും സി ഒക്കെ പറഞ്ഞവരെ ശ്രദ്ധിക്കുക. ഊഹമാണ് ബി എന്ന് വിഷ്ണു പറയുന്നുണ്ട്. ശ്രദ്ധിക്കണേ. പടിമയോൻ ആരാണ് പടിമയോൻ? ജൈന സന്യാസിയാകാൻ അനുഷ്ഠാനങ്ങൾ ചെയ്തിരുന്ന വ്യക്തികളെ പറയുന്നതാണ് പടിമയോൻ എന്നുള്ളത്. തൊൽക്കാപ്യം എഴുതിയ തൊൽക്കാപ്യർ ഒരു പടിമയോൻ ആയിരുന്നു എന്നുള്ള വിശേഷണം അല്ലെങ്കിൽ പല ചരിത്രകൃതികളിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ജൈന സന്യാസിയാകാൻ വേണ്ടിയിട്ട് അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പടിമയോൻ എന്ന് വിളിക്കുന്നത്. തൊൽക്കാപ്യർ ഒരു പടിമയോൻ ആയിരുന്നു എന്നുള്ളത് പല ചരിത്ര കൃതികളിലും ഇങ്ങനെ ഒരു വസ്തുത കാണുന്നുണ്ട്. അപ്പൊ പടിമയോൻ ആരാണ്? ജൈന സന്യാസിയാകാൻ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പടിമയോൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതായിരുന്നു ജൈനമതവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ള പോയിന്റുകൾ. ആ കൂടി 4 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ എനിക്ക് ജൈനമതവുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അപ്പൊ ഈ മതങ്ങളൊക്കെ ഉണ്ടായിരുന്ന പണ്ടുകാലത്ത് നിലനിന്നിരുന്ന സ്ഥലവും ഇപ്പോഴുണ്ടാകുന്ന ഇതും പഠിക്കണം. അപ്പൊ ഈ ബുദ്ധമതം, ജൈനമതം എല്ലാം തന്നെ നമ്മുടെ നെറ്റിന്റെ ജനറൽ പേപ്പറിലടക്കം പലപ്പോഴും ചോദ്യം വരുന്നതാണ്. സെറ്റ് പരീക്ഷയുടെ ജനറൽ പേപ്പറിൽ ഇത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഐപ്ലസിന്റെ ക്ലാസ്സിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനറൽ പേപ്പർ എടുക്കുന്നതും ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ ഒരുക്കിയിരിക്കുന്ന സെറ്റ് പരീക്ഷയുടെ ജനറൽ പേപ്പറിന്റെ ക്ലാസ് എടുക്കുന്നതും ഞാനാണ്. അപ്പൊ ഇതെല്ലാം തന്നെ
നമ്മുടെ ക്ലാസ്സിൽ, നമ്മൾ ജനറൽ പേപ്പറിന്റെ ക്ലാസ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബുദ്ധമതം, ജൈനമതം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ക്രിസ്തുമതം എന്നുള്ളത് ക്രിസ്ത്യൻ മിഷണറീസിനെ മുൻനിർത്തിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് കേരള ചരിത്രത്തെ മുൻനിർത്തിയിട്ട് സബ്ജക്റ്റിലാണെങ്കിലും ജനറൽ പേപ്പറിലാണെങ്കിലും ക്രിസ്ത്യൻ മിഷണറീസിനാണ് നമ്മൾ, മിഷണറി ഗദ്യത്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്. അപ്പോ പടിമയോൻ ആരാണ് എന്നുള്ള 37ാമത്തെ ക്വസ്റ്റ്യൻ ഇനി ആരും തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. സംഘകാലത്ത് വേളാർ പാർപ്പന്മാർ, ഇത് ഒറ്റ വാക്കായിട്ടും സ്പ്ലിറ്റ് ആയിട്ടും കാണുന്നുണ്ട്, എന്നറിയപ്പെട്ടിരുന്നത് ആര്? സംഘകാലത്ത് വേളാർ പാർപ്പന്മാർ എന്നറിയപ്പെട്ടിരുന്നത് ആര്? നികുതി പിരിവ് നടത്തിയിരുന്നവർ, ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവർ, ശംഖുകൊണ്ട് വളയുണ്ടാക്കുന്നവർ, വൈദ്യവൃത്തി ചെയ്യുന്നവർ. ഗസ് ചെയ്തോട്ടോ. അതുല്യ ഓപ്ഷൻ ഡി, വൈദ്യവൃത്തി ചെയ്യുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. ലിൻഷിയും ഗസ് അടിക്കുന്നുണ്ട്. അഭിനവ് നികുതി പിരിവ് നടത്തിയിരുന്നവർ ആണ് എന്നാണ് പറയുന്നത്. അരുന്ധതി ഓപ്ഷൻ എ എന്ന് പറയുന്നുണ്ട്. ദേവിക ഓപ്ഷൻ ഡി. വിഷ്ണു ഓപ്ഷൻ ബി, ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവർ എന്ന് പറയുന്നുണ്ട്. നീതു നികുതി, വിഷ്ണു ഊഹ ആണെന്നും പറയുന്നുണ്ട്. രസിത ബി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ചോദ്യം ഒന്നും കൂടി ശ്രദ്ധിച്ചു വായിക്കണേ. സംഘകാലത്ത് വേളാർ പാപ്പന്മാർ എന്നറിയപ്പെട്ടിരുന്നത് ആര്? ഇനിയുണ്ടല്ലോ ഉത്തരങ്ങൾ വരാൻ. രസിത ബി ഡൗട്ട് അടിക്കുന്നുണ്ട്. സൂര്യ ഓപ്ഷൻ എ, നികുതി പിരിവ് നടത്തുന്നവർ ആണെന്നാണ് പറയുന്നത്. ഗസ് ആണെങ്കിലും നിങ്ങൾ നോക്കൂട്ടോ. ഇനിയും ആൻസർ പറയാൻ ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തില്. ഞാൻ പറഞ്ഞത് തെറ്റോ, ഞാൻ തെറ്റിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ആൻസർ പറയാൻ ശ്രമിക്കുക, എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. സി ആണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് എന്ന് വിഷ്ണു പറയുന്നുണ്ട്. ബിയും സിയും ഏകദേശം ഒരുപോലെ വരുന്നതാണ്. ഹാൻഡ് റൈസ് ചെയ്യുന്നത് ആരെങ്കിലും ഉണ്ടോ? അതോ അറിയാണ്ടാവുന്നതാണോ? അതവർക്ക് ക്ലിയർ ആവുന്നില്ലേ? അവർക്ക് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ഹർഷയാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും പറയാനുണ്ട് പറഞ്ഞോട്ടോ. ഷിജി ഓപ്ഷൻ സി ആണെന്ന് പറയുന്നുണ്ട്. ബ്രിജിറ്റ് ഓപ്ഷൻ ബി, ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡൗട്ട് വേണ്ട, പിടിച്ചോട്ടോ, ആൻസർ പിടിച്ചോട്ടോ. സംഘകാലത്ത് വളാർ പാർപ്പന്മാർ എന്നറിയപ്പെട്ടിരുന്നത് ആര്? യെസ്, അത് തന്നെയാണ് വിഷ്ണു, അങ്ങനെ തന്നെയാണ് നോക്കേണ്ടത്. വളോ ഇങ്ങനെ നോക്കിയെന്നാണ് വിഷ്ണു പറയുന്നത്. ശംഖു കൊണ്ട് വളയുണ്ടാക്കുന്നവരെയാണ് വളോർ പാർപ്പന്മാർ എന്ന പേരില് അറിയപ്പെട്ടിരുന്നത്. വിഷ്ണു പറഞ്ഞ അതേ രീതി തന്നെ. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദ്യം കൃത്യമായിട്ട് വായിച്ചിട്ട് ചോദ്യവും ഓപ്ഷൻസും തമ്മിൽ ലിങ്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. ഇവിടെ നോക്കൂ, ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവർ എന്നുള്ളത് തെറ്റാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, കാരണം വള ഒരു ആഭരണമാണ്. പക്ഷെ അതിൽ നിന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമാണ് ഓപ്ഷൻ സി ആണെന്ന്, ഏത് വസ്തു കൊണ്ട് വളയുണ്ടാക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ശംഖു കൊണ്ട് വളയുണ്ടാക്കുന്നവരെയാണ് വളോർ പാർപ്പന്മാർ എന്ന് പറയുന്നത്. ശംഖു കൊണ്ട് വളയുണ്ടാക്കുന്നവരെയാണ് വളോർ പാർപ്പന്മാർ എന്ന് പറയുന്നത്. ഇനി യാഗം നടത്താത്ത ബ്രാഹ്മണരും ഈ പേരിൽ അറിയപ്പെട്ടു. കാരണം ഈ ക്വസ്റ്റ്യൻ 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് വന്ന സമയത്ത് ഒരു വട്ടം ആൻസർ ആയിട്ട് യാഗം നടത്താത്ത ബ്രാഹ്മണർ എന്നും കൊടുത്തിട്ടുണ്ട്, ഒരു വട്ടം ആൻസർ ആയിട്ട് ശംഖു കൊണ്ട് വളയുണ്ടാക്കുന്നവർ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 2 ആൻസറും നമുക്ക് ശരിയാണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ശംഖു കൊണ്ട് വളയുണ്ടാക്കുന്നവർ എന്നും അല്ലെങ്കിൽ യാഗം നടത്താത്ത ബ്രാഹ്മണരും വളോർ പാപ്പന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ നോട്ട് ചെയ്ത് വെക്കണം. സംഘകാലവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്, വളരെ കുറച്ച് കാര്യങ്ങളാണ് വരാറുള്ളത്. സാധാരണയായിട്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്യണ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത പോകുന്ന 1-2 ക്വസ്റ്റ്യൻസിന് നമ്മൾ ഇവിടെ പ്രാധാന്യം കൊടുത്തു എന്ന് മാത്രം. അപ്പൊ സംഘകാലത്ത് വളോർ പാർപ്പന്മാർ എന്നറിയപ്പെട്ടിരുന്നത്, പലപ്പോഴും ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടും ഒരുപോലെ എഴുതിയിട്ടും കണ്ടിട്ടുണ്ട്. ശംഖു കൊണ്ട് വളയുണ്ടാക്കുന്നവർ എന്നുള്ളതും യാഗം നടത്താത്ത ബ്രാഹ്മണർ എന്നുള്ളതും ശരിയാണ്. ഇവർ 2 പേരും വളോർ പാപ്പന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച ആൻസർ കിട്ടും ഉറപ്പാണേ. മാസതിക്കല്ലുകൾ എന്ന് സംഘകാലത്ത് അറിയപ്പെട്ടിരുന്നത്. സ്വയം സതീത്വം വഹിക്കുന്ന സ്ത്രീകളുടെ ശവകുടീരത്തിൽ നാട്ടിയിരുന്ന കല്ലുകൾ. ഓപ്ഷൻ ബി, യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ശവകുടീരത്തിൽ നാട്ടുന്ന കല്ലുകൾ. കന്യകമാരുടെ മരണത്തിന് ശേഷം നാട്ടുന്ന കല്ലുകൾ. ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. ഇത് നെറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. വിഷ്ണു ഓപ്ഷൻ എ പറയുന്നുണ്ട്. ലിൻസി ഓപ്ഷൻ സി. ശ്രീഷ്മ, നീതു, ലക്ഷ്മി, ബ്രിജിറ്റ്, അന്ന ഓപ്ഷൻ എ ആണ് പറയുന്നത്. സൂര്യ, ആരതി,
രസിത, പ്രസീത കയറാറുണ്ട് ക്ലാസ്സിന്. ഇന്ന് പ്രസീതനെ കണ്ടില്ല, അവിടെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ആൻസർ വന്നു കണ്ടില്ല. ഷിജിയും വിജിഷയും കീർത്തനയും ഒക്കെ ഓപ്ഷൻ സി, കന്യകമാരുടെ മരണത്തിന് ശേഷം നാട്ടുന്ന കല്ലുകളാണെന്ന് പറയുന്നുണ്ട്. ഹർഷ ഓപ്ഷൻ സി ആണ് പറയുന്നത്. അതുല്യ ഓപ്ഷൻ എ ആണ് പറയുന്നുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. മാസതി കല്ലുകൾ എന്നറിയപ്പെടുന്നത് എന്ത്? ദേവിക ഓപ്ഷൻ ബി, യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ശവകുടീരത്തിൽ നാട്ടുന്ന കല്ലുകളാണ് എന്ന് പറയുന്നത്. കൃത്യമായിട്ടൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും ഒന്ന് ഒരിക്കൽ കൂടി വായിച്ചു നോക്കിയേ. മാ സതി, സതി ഇത്, അതായത് ബ്രിജിറ്റ് പറയുന്നുണ്ട് എന്തുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ പറഞ്ഞു എന്നതിന് ആൻസർ യെസ്. സൂര്യയും ബ്രിജിറ്റും ഒക്കെ പറയുന്നുണ്ട്. വെരി ഗുഡ്. എങ്ങനെ വേണമെങ്കിൽ ആൻസർ നമുക്ക് വരാട്ടോ. സതി എന്ന് തന്നെയാണ് ചിന്തിച്ചത് എന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ആൻസർ പിടിച്ചോ. സ്വയം സതീത്വം വഹിക്കുന്ന സ്ത്രീകളുടെ ശവകുടീരത്തിൽ നാട്ടിയിരുന്ന കല്ലുകൾ. സ്വയം സതീത്വം എന്ന് പറയുന്നില്ല, സതി എന്ന് പറയുന്നത് തന്നെ സ്വയം ചാടുന്നതാണ്. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ, അതുകൊണ്ട് അങ്ങനെ തന്നെ കൊടുത്തു എന്ന് മാത്രം. സ്വയം സതീത്വം എന്ന് പ്രയോഗിക്കേണ്ട കാര്യമില്ല. സതി എന്ന് പറയുന്നത് തന്നെ ഭർത്താവിന്റെ ചിതയിലേക്ക് എടുത്ത് ചാടുക എന്നുള്ളതാണ് പ്രേരണ ഒക്കെ ഉണ്ടാവാം. ഓക്കെ, ഇപ്പൊ മാസതി കല്ലുകൾ എന്നുള്ളത് ഓക്കെ. വിഷ്ണു അങ്ങനെ തന്നെകൾ അത് തന്നെയാണ്. കീർത്തന പുലച്ചിക്കല്ലുകളിലേക്കൊക്കെ ഞാൻ വരുന്നുണ്ട്. മാസതി കല്ലുകൾക്ക് പറയുന്ന പേരുകള് പുലച്ചിക്കല്ലുകൾ അത് തന്നെയല്ലേ അപ്പൊ ഇന്ന് കീർത്തന ചോദിക്കുന്നത്? അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ചെറിയ വ്യത്യാസം ഉണ്ട് അതിലെ. മാസതി കല്ലുകൾ എന്ന് സംഘകാലത്ത് അറിയപ്പെട്ടിരുന്നത് സതീത്വം വഹിക്കുന്ന സ്ത്രീകളുടെ ശവകുടീരത്തിൽ നാട്ടിയിരുന്ന കല്ലുകളാണ്. ഓക്കെ, ഇനി ഇത് ആരും തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. കുരവൈക്കൂത്ത്. നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ നോക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു കുരവൈക്കൂത്ത് എന്താണ് എന്നതുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ വരും എന്നുള്ളത്. സ്ത്രീകൾ നടത്തുന്ന നൃത്തം, യുദ്ധത്തിന് മുമ്പ് നടത്തുന്ന ആരാധനാ പ്രധാനമായ നൃത്തരൂപം, രാജാവോ സേനാനായകനോ മരിച്ചാൽ നടത്തുന്ന വീരനൃത്തം, ഇവയൊന്നുമല്ല. ലിൻഷി, അതുല്യ, ശ്രീഷ്മ, ബ്രിജിറ്റ്, അഭിനവ്, സൂര്യ, കീർത്തന, ആർക്കും ഡൗട്ട് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും കുരവൈക്കൂത്ത്. കാരണം ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ആർക്കെങ്കിലും അറിയില്ല എങ്കിൽ ഈ ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാത്തവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ നോക്കണേ. കുരവൈക്കൂത്ത്. വിഷ്ണു ഓപ്ഷൻ എ പറയുന്നുണ്ട്. സ്ത്രീകൾ നടത്തുന്ന നൃത്തം ആണ് എന്ന് പറയുന്നുണ്ട്. ധന്യ ഓപ്ഷൻ സി ആണ് പറയുന്നത്. ശ്രദ്ധിക്കണേ, കുരവൈക്കൂത്ത് ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെറ്റിന്റെ പരീക്ഷയിലൊക്കെ ഇപ്പൊ അടുത്ത കാലത്തൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും വീണ്ടും വന്നു തുടങ്ങി. ഞാൻ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്, കഴിഞ്ഞ തൊട്ട് മുമ്പ് നടന്ന നെറ്റ് പരീക്ഷയ്ക്ക് 7ഓളം ചോദ്യങ്ങൾ, 7-8 ചോദ്യങ്ങള് മുൻകാല ചോദ്യ പേപ്പറുകളിൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ അടക്കം വീണ്ടും 2022 ഡിസംബർ സർക്കിളിൽ ചോദിച്ചിട്ടുണ്ട്. ദേവിക ചിന്തിച്ചിട്ട് ഓപ്ഷൻ ബി ആണെന്ന് പറയുന്നുണ്ട്. ലക്ഷ്മി ഓപ്ഷൻ ബി ആണെന്ന് പറയുന്നു. പലപ്പോഴും നമുക്ക് തെറ്റുന്ന ഒന്ന് തന്നെയാണ് കുരവൈക്കൂത്ത് എന്നുള്ളത്. ഇനി ആരും തെറ്റിക്കണ്ട കേട്ടോ. കുരവൈക്കൂത്ത്. രാജാവോ സേനാനായകനോ മരിച്ചാൽ നടത്തുന്ന വീരനൃത്തമാണ് ഏത്? കുരവൈക്കൂത്ത്. അപ്പൊ സേനാനായകനോ രാജാവോ മരിക്കുന്നതോടുകൂടി യുദ്ധം കഴിഞ്ഞു, അല്ലെങ്കിൽ എന്താണ്, യുദ്ധത്തിന് മറ്റ് എതിർ ടീം വിജയിച്ചു എന്നുള്ളത് ഉറപ്പാണ്. എ ആണ് എന്ന് കരുതുന്നു. സ്ത്രീകൾ നടത്തുന്ന നൃത്തമല്ല കുരവൈക്കൂത്ത്. രാജാവോ സേനാനായകനോ മരിച്ചാൽ നടത്തുന്ന വീരനൃത്തത്തെയാണ് കുരവൈക്കൂത്ത് എന്ന് പറയുന്നത്. വിഷ്ണുവിന് അങ്ങനെ ഒരു ഡൗട്ട് നിലനിൽക്കുന്നുണ്ട് വെച്ചെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാവുന്നതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. രാജാവോ സേനാനായകനോ മരിച്ചാൽ നടത്തുന്ന വീരനൃത്തം. ഒരു ഡൗട്ട് ഒരാള് ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് തന്നെ ഞാൻ അതൊന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. കുരവൈക്കൂത്ത് രാജാവോ സേനാനായകനോ മരിച്ചാൽ നടത്തുന്ന വീരനൃത്തത്തെയാണ് എന്ത് വിളിക്കുന്നത്? കുരവൈക്കൂത്ത് എന്ന് വിളിക്കുന്നത്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാണ്. നമുക്ക് സി ഉറപ്പാണ് എന്ന് ലിൻഷി ഉറപ്പിച്ച് പറയുന്നുണ്ട്. സാധാരണ സി ആണ് നമ്മൾ ആൻസർ. പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും നമ്മൾ കേരള ചരിത്ര കൃതികൾ സംഘകാലത്തെ കുറിച്ച് പറയുന്ന സമയത്തും നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഇവിടെ ആൻസർ പറഞ്ഞു തുടങ്ങിട്ടോ. ചിലമ്പ് കഴി നോമ്പ്, ആഭരണം ധരിക്കുന്ന ചടങ്ങ്,
പഴയ തള മാറ്റി പുതിയ തള ഭർത്താവ് അണിയിക്കുന്നു. നോക്കൂ, അതും ഒരു ആഭരണം ധരിക്കുന്ന ചടങ്ങ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. യുദ്ധാനന്തരം നടത്തുന്ന പ്രാർത്ഥന, വീരയോദ്ധാക്കൾക്ക് നൽകുന്ന മുദ്ര. അപ്പൊ എന്താണ് ചിലമ്പു കഴി നോമ്പ്? ലിൻഷി ഉറപ്പിച്ച് പറയുന്നു ബി ഉറപ്പാണ്, ഇനി ഡൗട്ട് ഒന്നും വേണ്ട എന്നാണ് ലിൻഷി പറയുന്നത്. നമ്മുടെ ഒരുപാട് പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സൂര്യ, രൂപന, ലിൻഷി, ആര്യ, ഷിച്ചി, നീതു, ആരതി, കീർത്തന, പ്രസീത. പ്രസീതനെ ഞാൻ നേരത്തെ ചോദിച്ചു, പ്രസീത എന്നില്ല വന്നേ. ഓക്കെ, വിഷ്ണു ഓപ്ഷൻ ബി, യെസ്. അപ്പൊ ചിലമ്പ് കഴിയുന്ന മുമ്പ് ഇനി ആരും തെറ്റിക്കണ്ട. തൊട്ടു മുമ്പ് നടന്നിട്ടുള്ള നെറ്റ് പരീക്ഷയ്ക്ക് 2000 കോവിഡിന് ശേഷം നടന്നിട്ടുള്ള സർക്കിളുകളിലൊക്കെ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, ചിലമ്പ് കഴി നോമ്പ് എന്നുള്ളത്. ഇനിയും വരാൻ സാധ്യതയുണ്ട്. സെറ്റിന്റെ പരീക്ഷയ്ക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട്. കേട്ടതിനൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ചിലമ്പ് കഴി നോമ്പ് ചോദിച്ചു കണ്ടിട്ടില്ല. പഴയ തള മാറ്റി പുതിയ തള ഭർത്താവ് അണിയിക്കുന്ന ആ ഒരു ചടങ്ങിനെയാണ് എന്ത് പറയുന്നത്? ചിലമ്പു കഴി നോമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണേ. ഇതേ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വടക്കേരിക്കൽ. ആൻസർ പറഞ്ഞോ. മുതുകിൽ മുറിവേറ്റ യോദ്ധാവ് ഉപവാസം ഇരുന്ന് മരിക്കുന്നു. ഓപ്ഷൻ ബി വീരന്മാർക്ക് നൽകുന്ന മുദ്ര. ഓപ്ഷൻ സി വീരനൃത്തം. ഓപ്ഷൻ ഡി യോദ്ധാക്കളെ മരണാനന്തരം മറവ് ചെയ്യുന്ന സ്ഥലം. ഓപ്ഷൻസ് കൃത്യമായിട്ട് വായിക്കണേ. വടക്കേരിക്കൽ എന്നും കണ്ടിട്ടുണ്ട് കേട്ടോ. നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ വടക്കേരിക്കൽ എന്ന് ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് അത് തന്നെ പറയുന്നു. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ എ ആണ് കേട്ടോ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ലിൻഷി, അതുല്യ, രസിത, ലക്ഷ്മി, പ്രസീത, ശ്രീഷ്മ, ഷിജി, വിഷ്ണു, രൂപന, ദേവിക, ആരതി, ധന്യ, അന്ന, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ പരിചിതമല്ല എങ്കിൽ വടക്കു നോക്കിയിരുന്നു ഉപവാസം അനുഷ്ഠിച്ച് മരിക്കുന്നു എന്നല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. ഓപ്ഷനില് മുതുകിൽ മുറിവേറ്റ യോദ്ധാവ് ഉപവാസം ഇരുന്ന് മരിക്കുന്നു എന്നത് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് തന്നെ പറഞ്ഞത്. മുതുകിൽ മുറിവേറ്റ യോദ്ധാവ് ഉപവാസം ഇരുന്ന് മരിക്കുന്നു. അതായത് മുതുകിൽ മുറിവേൽക്കുക എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ സമയത്ത് ഭയന്ന് പിന്തിരിഞ്ഞോടുന്ന ആൾക്കാണ് പുറകിലെ വെട്ടേൽക്കുക. അപ്പൊ അതെന്താണ്? ഒരു മാനക്കേടായിട്ട് കാണുന്നു. അതെന്താണ്? ഭീരുത്വമാണല്ലേ. അപ്പോ ആ സ്ഥലത്ത് തന്നെ, യുദ്ധം നടക്കുന്ന സ്ഥലത്ത് തന്നെ അയാള് ഭക്ഷണമൊന്നും കഴിക്കാതെ എന്താണ്? ഉപവാസം ഇരുന്ന് സ്വയം മൃത്യു വരിക്കുകയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? വടക്കേരിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുല്യ ചോദിക്കുന്നുണ്ട്, ഇഷ്ടമുള്ള പെണ്ണിന്റെ വീട്ടിൽ നിരാഹാരം ഇരിക്കുന്ന ചടങ്ങ് എന്തായിരുന്നു എന്ന് അതുല്യ ചോദിച്ചിട്ടുണ്ട്. രൂപൻ അതിന് ആൻസറും കൊടുത്തിട്ടുണ്ട്. അത് മടലേറലായിരുന്നു. അപ്പൊ വടക്കിരിക്കലും മടലേറലും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. കൃത്യമായിട്ട് നോട്ടിൽ എഴുതുക. ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പലർക്കും. ഇങ്ങനെ തെറ്റരുത്. മുതുകിൽ മുറിവേറ്റ യോദ്ധാവ് ഉപവാസം ഇരുന്ന് മരിക്കുന്ന ചടങ്ങാണ് വടക്കേരിക്കൽ. വേറൊരു ഉപവാസത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് ഇപ്പൊ ഒരു ഡൗട്ടായിട്ട് അതുല്യ ചാറ്റ് ബോക്സിൽ ചോദിച്ചത്. ഇഷ്ടമുള്ള പെണ്ണിന്റെ വീട്ടിൽ നിരാഹാരം ഇരിക്കുന്ന ചടങ്ങ്, അതായത് പ്രണയാഭ്യർത്ഥന നടത്തുന്നു, പെണ്ണ് പ്രണയം നിരസിക്കുന്നു. അപ്പൊ പ്രണയാഭ്യർത്ഥന നടത്തിയ യുവാവ് അല്ലെങ്കിൽ വ്യക്തി ആ പെണ്ണിന്റെ വീടിന്റെ മുമ്പില് മടല് കൂട്ടിയിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്ന് ഉപവാസം അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങ്, അല്ലെങ്കിൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? മടലേറൽ എന്ന് പറയുന്നത്. ഇതൊന്നും ഇനി തെറ്റരുത് കേട്ടോ. താങ്ക് യു രൂപന, കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കൊടുത്തത്. അപ്പൊ വടക്കേരിക്കൽ എന്താണ്? മുതുകിൽ മുറിവേറ്റ യോദ്ധാവ് ഉപവാസം ഇരുന്ന് മരിക്കുന്നു. അപ്പൊ നോക്കിക്കോ, ഓപ്ഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന പഴയ സതി ആചാരത്തെ സംഘകാലത്ത് പറഞ്ഞിരുന്ന പേര്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. HSC ഓർ HSSC. ഞാൻ ഓപ്ഷൻസ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓപ്ഷൻസ് ഉണ്ടാക്കി എഴുതാൻ പോയില്ല. ഒരു ചോദ്യം ശ്രദ്ധിക്കണേ. കീർത്തന തീപ്പാടൽ എന്ന് പറയുന്നുണ്ട്. തീപ്പായിടൽ. തീപ്പായിടൽ. ഓക്കെ. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ താഴെ. തീപ്പാടൽ, തീപ്പായിടൽ രണ്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പലപ്പോഴും പല രീതിയിൽ ടൈപ്പ് ചെയ്ത് കാണാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ആൻസർ പറഞ്ഞു കേട്ടോ. മാ സതി എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്.
മാസതി എന്നുള്ളതല്ല, അതിന് മറ്റൊരു പേര് പറഞ്ഞിരുന്നു. തീപ്പായൽ അങ്ങനെ എന്തോ അല്ലേ രസിത. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഓപ്ഷൻ കണ്ടാ പെട്ടെന്ന് ഇരിക്കാം. വിഷ്ണു മാലൈ നിലൈ എന്ന് പറയുന്നുണ്ട്. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ വിഷ്ണു. അതെന്താണെന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന പഴയ സതിസമ്പ്രദായത്തെ പറയുന്ന പേര്. നോക്കൂ, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന പഴയ സതി ആചാരത്തെ പറയുന്ന പേര്. മാലൈ നിലൈ എന്നും പറയും, തീപ്പാടൽ എന്നും പറയും. ഇത് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യനും കൂടി പറഞ്ഞാൽ നമുക്കത് വ്യക്തമാവും, കൺഫ്യൂഷൻ ആവണ്ട. സംഘകാലത്ത് അപൂർവമായി ആചരിച്ചിരുന്ന സതി സമ്പ്രദായത്തിനെ തൊൽക്കാപ്യം, മണിമേഖല, പുറനാനൂർ എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന പേര്. ഈ പേര് തീപ്പാടൽ എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. സംഘകാലത്ത് അപൂർവമായി ആചരിച്ചിരുന്ന സതി സമ്പ്രദായത്തിനെ തൊൽക്കാപ്യം, മണിമേഖല, പുറനാനൂർ എന്നിവയെ ഈ മൂന്നിലും പരാമർശിച്ചിരുന്ന പേരാണ് തീപ്പാടൽ എന്നുള്ളത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. സംഘകാലത്ത് അപൂർവമായി ആചരിച്ചിരുന്ന സതി സമ്പ്രദായത്തിനെ തൊൽക്കാപ്യം, മണിമേഖല, പുറനാനൂർ എന്നീ മൂന്ന് കൃതികളിലും പരാമർശിച്ചിരുന്ന പേരിലാണ് തീപ്പാടൽ, തീപ്പായിടൽ എന്നും കാണുന്നുണ്ട്. ഇനി ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന പഴയ സതി ആചാരത്തെ സംഘകാലത്ത് പറഞ്ഞിരുന്ന പേര് മാലൈ നിലൈ. അപ്പോ കൃതികളുടെ പേര് കൃത്യമായിട്ട് പരാമർശിച്ച് കണ്ടാൽ അതിന്റെ ആൻസർ തീപ്പാടലാണ് എന്നുള്ളത് ഓർക്കുക. ഇനി സതി ആചാരത്തെ സംഘകാലത്ത് പറഞ്ഞിരുന്ന മറ്റൊരു പേരാണ് എന്ത്? മാലൈ നിലൈ എന്നുള്ളത്. ഇപ്പൊ രണ്ട് ആൻസേഴ്സ് ഒരുമിച്ച് വന്നത് കൊണ്ട് കൺഫ്യൂഷൻ ആക്കണ്ട, രണ്ട് നോട്ട് ചെയ്ത് വെക്കുക. ഭർത്താവ് മരിച്ച രണ്ടും ഒന്ന് തന്നെയാണ്, സതി തന്നെയാണ്. ഇത് ഒരു മൂന്ന് കൃതികളില് എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നു? തീപ്പാടൽ എന്ന പേരിലാണ് പരാമർശിച്ച് കാണുന്നത്. അതല്ലാതെ സംഘകാലത്ത് പൊതുവെ ഈ ഒരു ചടങ്ങിനെ മാലൈ നിലൈ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അപ്പോ നമുക്ക് MCQ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്തേണ്ടത്. ആഭരണങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ആള് എന്നുള്ളത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം വള എന്നത് ഒരു ആഭരണമായിരുന്നു നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യനില്. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് മാറി വരാം. അപ്പൊ ഇവിടെ ഇത് രണ്ടും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻസ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന പഴയ സതി ആചാരത്തെ സംഘകാലത്ത് പറഞ്ഞിരുന്ന പേരാണ് മാലൈ നിലൈ. ഇനി സംഘകാലത്ത് അപൂർവമായി ആചരിച്ചിരുന്ന സതി സമ്പ്രദായത്തിനെ തൊൽക്കാപ്യം, മണിമേഖല, പുറനാനൂർ എന്നിവയിൽ പരാമർശിച്ചിരുന്ന പേരാണ് തീപ്പാടൽ. രണ്ടും ഒന്ന് തന്നെയാണ്, ഇനി ആർക്കും കൺഫ്യൂഷൻ വേണ്ട. ഇത് അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഓപ്ഷൻസ് വെക്കാഞ്ഞത്. സംഘകാലത്തെ ജനങ്ങളുടെ സമരദേവതയായിട്ട് അറിയപ്പെട്ടിരുന്നത്. സംഘകാലത്തെ ജനങ്ങളുടെ സമരദേവതയായിട്ട് അറിയപ്പെട്ടിരുന്നത് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, കൊറ്റവൈ എന്നുള്ളത്. കൊറ്റവൈ, 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 ജീഷ, രൂപന, പ്രസീത, വിഷ്ണു എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ആൻസർ ശരിയാണ്, കൊറ്റവയാണ് സംഘകാലത്തെ ജനങ്ങളുടെ സമരദേവതയായിട്ട് അറിയപ്പെട്ടിരുന്നത് കൊറ്റവയാണ്. ഇത് പലപ്പോഴും റിപ്പീറ്റഡ് ആണ്, കേട്ടറ്റ് പരീക്ഷയ്ക്കൊക്കെയാണ് ഇത് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നത്. നെറ്റിനും സെറ്റിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി പിടിച്ചോ. ഇത് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. സംഘകാലത്ത് പശുക്കളെ മോഷ്ടിക്കുന്നവരുമായി നടത്തുന്ന യുദ്ധത്തിനെ പറയുന്ന പേര്, അല്ലെങ്കിൽ പശുക്കളെ മോഷ്ടിക്കുന്ന ആ ഒരു രീതിക്ക് പറയുന്ന പേര് ഇത് തന്നെയാണ്. സംഘകാലത്ത് പശുക്കളെ മോഷ്ടിക്കുന്നവരുമായി നടത്തുന്ന യുദ്ധത്തിന് പറയുന്ന പേര്. പോരുയുദ്ധമാണോ എന്ന് കീർത്തന ചോദിക്കുന്നുണ്ട്. പോരുയുദ്ധം എന്ന് അതിനൊരു പേരുണ്ടോ? അല്ല, പോരുയുദ്ധം നല്ല കീർത്തന, മറന്നുപോയി എന്ന് രൂപന പറയുന്നുണ്ട്. ഓപ്ഷൻസ് കണ്ടാൽ നിങ്ങൾ പെട്ടെന്ന് പറയും. അതെ, ബ്രിജിറ്റ് വെടിച്ചിപ്പോർ എന്ന് പറയുന്നുണ്ട്. രൂപന അറിയാമായിരുന്നു, മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. ഞാൻ ഓപ്ഷൻസ് അതിന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ ക്വസ്റ്റ്യൻ കേരള ചരിത്രവുമായി ഇമ്പോർട്ടന്റ് എന്ന സെറ്റിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരുന്നത്. എന്തെങ്കിലും കുറെ ഓപ്ഷൻസ് നമ്മൾ ചേർത്ത് വെക്കുന്നത് ശരിയല്ലല്ലോ, സത്യസന്ധമായിരിക്കണ്ട എപ്പോഴും.
വെടിച്ചിപ്പോർ തന്നെ. വെടിച്ചിപ്പോർ ഉറപ്പ്, ഇവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. യെസ്. അപ്പൊ ഇനി മറന്നുപോയവരൊക്കെ ഓർമ്മിച്ചോളൂ. വെടിച്ചിപ്പോരെന്നും വെഡ്വച്ചിപ്പോരെന്നും കാണുന്നുണ്ട് കേട്ടോ. രണ്ട് രീതിയിലും ടൈപ്പ് ചെയ്ത് കാണുന്നുണ്ട്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണോ അല്ല പല രീതിയിൽ പറയുന്ന പ്രാദേശികമായിട്ടുള്ള ഭേദമായിരുന്നു എന്നുള്ളത് അറിയില്ല. സംഘകാല കൃതി ആയതുകൊണ്ട് തന്നെ നമുക്കത് എങ്ങനെ വേണമെങ്കിൽ പറയാം. സംഘകാലത്ത് പശുക്കളെ മോഷ്ടിക്കുന്നവരുമായി നടത്തുന്ന യുദ്ധത്തിന് പറയുന്ന പേരാണ് വെടിച്ചിപ്പോർ. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സംഘകാലത്ത് പശുക്കളെ മോഷ്ടിക്കുന്നവരുമായി നടത്തുന്ന യുദ്ധത്തിന് പറയുന്ന പേര് വെടിച്ചിപ്പോർ. അപ്പൊ നമുക്കറിയാം ഇനിയുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാറ്ററ്റ് വിളിച്ചിട്ടുണ്ട്, കാറ്ററ്റ് പരീക്ഷ എഴുതുന്നവരുണ്ട്. നമുക്ക് ശരിക്ക് ഈ സമയത്ത് പരീക്ഷ നടക്കേണ്ടതാണ്. 13-ാം തീയതിയൊക്കെ പരീക്ഷ നടക്കേണ്ടതാണ്. പക്ഷെ 30-31 തീയതികളിലേക്ക് കാറ്ററ്റ് പരീക്ഷ മാറ്റിയിട്ടുണ്ട്. സെറ്റ് പരീക്ഷ ജൂലൈയിലായിരിക്കും, മിക്കവാറും 22-21 തീയതികളിലായിരിക്കും നടക്കേണ്ടത്. അതിന് മുമ്പ് ജൂൺ 13 മുതലേ നെറ്റ് പരീക്ഷ നടക്കുന്നതായിരിക്കും. നെറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ടൈമാണ് ഇപ്പോൾ. അപ്ലൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. നെറ്റ് പരീക്ഷയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, നമുക്ക് വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് എല്ലാവരും പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുക. ജൂണിൽ ഇപ്പോൾ നിലനിൽക്കുന്ന HSST-യുടെ ലിസ്റ്റ് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് ക്യാൻസൽ ചെയ്യും എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ HSST വിളിക്കാനുള്ള സാധ്യത മുൻപിലുണ്ട്. അപ്പൊ HSST വിളിക്കുമ്പോൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇപ്പൊ BEd കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ സെറ്റ് പാസ്സാവേണ്ടത് നിർബന്ധമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. അപ്പോ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതും റിപ്പീറ്റ് ചെയ്തതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അവയെല്ലാം തന്നെ തുറമുഖങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യന് ഇനി വൈകിയ വേളയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ചോദ്യം ഉത്തരം എന്ന നിലയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ അവയെല്ലാം തന്നെ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. ചോദ്യം നോക്കൂ. സംഘ കൃതികളിൽ പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഇതൊരട്ടം ചോദിച്ചതാണേ. സംഘകൃതികളിൽ പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ തുറമുഖങ്ങൾ പേര് ശ്രദ്ധിക്കണം കേട്ടോ. മുച്ചിരി, തൊണ്ടി, മാന്തേ, പന്തർ, മുസരീസ്. മുസരീസ് ഇന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ എന്നുള്ള പേരിലാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കൊണ്ടാണ് അത് ബ്രാക്കറ്റിൽ കൊടുത്തത്. അപ്പൊ സംഘകാല കൃതികളിലെ പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ തുറമുഖങ്ങൾ. സംഘസാഹിത്യം എന്ന് പറയുന്നത് വേറൊരു വിഭാഗമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ഐന്തിണകളെ പറ്റിയും അതിൽ പറയുന്ന പ്രധാനപ്പെട്ട എന്താ പറയാ കാര്യങ്ങളെ പറ്റിയും ദേവന്മാരെ, വസ്തുക്കള്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. പൊരുളധികാരങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. തൊൽക്കാപ്യത്തിലേക്കൊന്നും നമ്മൾ കടന്നിട്ടില്ല. അതിപ്പോ നമ്മൾ കേരള ചരിത്രത്തിൽ പറയുന്ന സംഘകാല ജീവിതത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി കാലവർഷക്കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ചത് ഹിപ്പാലസ് ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു വട്ടം ഡിസ്കസ് ചെയ്തതാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 1341 വെള്ളപ്പൊക്കത്തിൽ പെട്ട് ക്ഷയോന്മുഖമായി തീർന്ന തുറമുഖം. ഇത് കാറ്റഗറി 3യുടെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതിൽ ഓൾമോസ്റ്റ് 1341 വെള്ളപ്പൊക്കത്തിൽ പെട്ട് ക്ഷയോമുഖമായി തീർന്ന തുറമുഖം കൊടുങ്ങല്ലൂരാണ്. അതായത് മുസരിസ് എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം ആയിരിക്കണം. ഓപ്ഷൻസിലെ കൊടുങ്ങല്ലൂരാണ് ആൻസർ, അതുകൊണ്ട് തന്നെ നമ്മൾ അത് കൊടുത്തതാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദി ഏത്? HSIയുടെ ക്വസ്റ്റ്യൻ ആണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദി ഏത്? ഏതാണ് നദി? പമ്പയാണ്. ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാ? നമ്മളത് പറഞ്ഞതാണ്. ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാ? പെരിയാർ. യെസ്, പെരിയാർ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. HSIയിലാണ് കൂടുതൽ വന്നത്. അപ്പൊ ഇനി സെറ്റിനും നെറ്റിനും ഒക്കെ ചോദിക്കാവുന്നത് തന്നെയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി പമ്പയാണ്. അപ്പൊ ചൂർണി പെരിയാറാണ്, ബാരിസ് പമ്പയാണ്. അടുത്ത് പിടിച്ചോ. 1498 ചോദ്യം നോക്കണേ. 1498 വാസ്കോഡിഗാമ കാപ്പാടിനടുത്തുള്ള ഏത് സ്ഥലത്താണ് കടൽ മാർഗം വന്നത്? കടൽ മാർഗം ഓർ കപ്പൽ മാർഗം. നമുക്കറിയാം വാസ്കോഡിഗാമ 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് ഇറങ്ങി എന്ന് നമ്മൾ പഠിക്കും. പക്ഷെ ആ തുറമുഖത്തിന്റെ പേര് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പന്തലായിനി എന്നാണ്. പന്തലായിനി. കോഴിക്കോടിനെ അറബികൾ വിളിച്ചത് കാലിക്കൂത്ത് എന്നാണ്. കോഴിക്കോടിനെ അറബികൾ വിളിച്ചത് കാലിക്കൂത്ത് എന്നാണ്. കോഴിക്കോടിനെ
ടൈപ്പ് ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ചൈനക്കാർ വിളിച്ചത് കൂലിഫോ എന്നാണ്. കോഴിക്കോടിനെ ചൈനക്കാർ വിളിച്ചത് കൂലിഫോ എന്നാണ്. ടിപ്പുവിന്റെ രേഖകളിലെ കോഴിക്കോടിന്റെ പേര് ഫുർക്കി എന്നാണ്. ടിപ്പുവിന്റെ രേഖകളിലെ കോഴിക്കോടിന്റെ പേര് ഫുർക്കി എന്നാണ്. ടോളമിയുടെ കാലത്ത് കടൽത്തീര നഗരമായ ഉദയംപേരൂരിനെ വിളിച്ച പേര് പെട്രോ പെറോറ. പെട്രോ പെറോറ. നമ്മുടെ കേട്ടത്തി കാറ്റഗറി 2-ലെ സയൻസ് ഓർ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്കുണ്ട്. ആ സോഷ്യൽ സയൻസിൽ തന്നെ നമുക്ക് കേരള ചരിത്രം പഠിക്കാനുണ്ട്. അതിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഏത് മേഖലയിൽ നിന്ന് വേണമെങ്കിൽ വരാം. അപ്പൊ കേട്ടത്തി കാറ്റഗറി 2-ന് പഠിക്കുന്നവരും ഉണ്ടായിരിക്കാം നമ്മുടെ കൂട്ടത്തില്. അപ്പോ അതുകൊണ്ട് പറഞ്ഞതാണ്. ടോളമിയുടെ കാലത്ത് കടൽത്തീര നഗരമായ ഉദയംപേരൂരിനെ വിളിച്ച പേര് പെട്രോ പെറോറ എന്നാണ്. ഇനി പറങ്കികൾ ഉദയംപേരൂരിനെ വിളിച്ച പേര് ധയാംപേർ എന്നാണ്. പറങ്കികൾ ഉദയംപേരൂരിനെ വിളിച്ച പേരെന്താണ്? ധയാംപേർ എന്നാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് നമ്മൾ പറയുകയാണ് ചെയ്തത്. സംഘകാല കൃതികളിൽ പറഞ്ഞിരുന്ന കേരളത്തിലെ തുറമുഖങ്ങൾ. ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് ഇനിയും ചോദിക്കാവുന്നതാണ്. പുതിയ ക്വസ്റ്റ്യന്റെ രീതി അനുസരിച്ചിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഗണം ഒക്കെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പയാണ്. പറങ്കികൾ ഉദയംപേരൂരിനെ വിളിച്ച പേര് ധയാംപേർ എന്നാണ്. ഇതൊക്കെ ഇനിയും ചോദിക്കാൻ റിപ്പീറ്റഡ് ആണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതിൽ സംഘകാലത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അറേഞ്ച് ചെയ്തത്. അതിൽ തന്നെ നമ്മൾ ക്ലാസ് തുടങ്ങിയത് ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ, കേരള ചരിത്രം സംസ്കാരവുമായി ബന്ധപ്പെട്ട കൃതികളെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. വിൻസി അവസാനത്തെ സ്ക്രീൻ ഒന്നും കൂടി കാണിക്കാമോ എന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് കാണിച്ചത്. തൊട്ട് മുമ്പ് കാണിച്ചത് ഇതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 7-8 ചോദ്യങ്ങൾ ഒരുമിച്ച് ചേർത്തു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് നമുക്കുണ്ടായിരുന്നു. അപ്പൊ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് പറയാവുന്ന പരമാവധി എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിൽ തന്നെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കൃതികൾ നമുക്ക് പഠിക്കണം. നെറ്റിന്റെ ഈ സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ലേ ലിൻസി? രൂപന എന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങൾ ഒരിക്കലും മറക്കില്ല. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സമയം പോയതറിഞ്ഞില്ല. ഞാൻ മാത്രം ക്വസ്റ്റ്യനും ആൻസറും പറയുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ഇത് നിങ്ങൾ കൂടി ഇന്ററാക്റ്റീവ് ആയി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ക്ലാസ് ഇത്രയധികം ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പലർക്കും തോന്നിയത്. അതറിഞ്ഞതിൽ താങ്ക് യു. സ്നേഹം. ഇനി ഏതെങ്കിലും സ്ലൈഡ് കാണിക്കണമെങ്കിൽ ഒന്ന് പറയണേ. ഏതെങ്കിലും ക്ലാസ് ഏറ്റവും ആദ്യത്തെ സ്ക്രീൻ കാണിക്കുമോ എന്ന്. പ്രസീത ഒന്ന് ലേറ്റ് ആയോ? ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രസീത ക്ലാസ്സിൽ കയറിയില്ലേ എന്ന്. സ്ഥിരമായിട്ട് ആൻസർ പറയണവരുടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുമല്ലോ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ. കേരള പഠന ഗ്രന്ഥങ്ങളാണ് പറഞ്ഞത്. കേൾക്കാത്ത കാര്യങ്ങൾ കിട്ടി എന്ന് വിജിഷ പറയുന്നുണ്ട്. അതായത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത് സംഘകാലം ഇമ്പോർട്ടന്റ് ആണ്. സംഘകാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പ്രസീത ഇതായിരുന്നു ഫസ്റ്റ് സ്ലൈഡ്. ഇതായിരുന്നു സെക്കൻഡ് സ്ലൈഡ്. താങ്ക് യു സൂര്യ, താങ്ക് യു ധന്യ, താങ്ക് യു പ്രസീത. ഇതായിരുന്നു മൂന്നാമത്തെ സ്ലൈഡ്. ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കേരള ചരിത്രം, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. താങ്ക് യു ബ്രിജിറ്റ്. അപ്പൊ എല്ലാവരും നല്ലവരായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠനം മുന്നേറണം. ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിട്ടിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സ്ലൈഡ് കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ആരും പറഞ്ഞ് കണ്ടില്ല. പ്രസീതയാണ് എന്നോട് ചോദിച്ചത്. ഓക്കെ, താങ്ക് യു ലേനേഷ്, താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.